സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 27-ാം തീയതി ജില്ലയിലെ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിൽ ധർണ നടത്തും. അന്നു മുതൽ ജില്ലയിലെ മുഴുവൻ റേഷൻ കടകളും അനിശ്ചിതകാലം അടച്ചിടുമെന്ന് ജില്ലാ സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ നീങ്ങുന്നത്. ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് 27-ാം തീയതി മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു നടത്തുന്ന സമരപരിപാടികളിൽ ജില്ലയിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും പങ്കെടുക്കുമെന്ന് ജില്ലാ സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പലവട്ടം ഗവൺമെന്റുമായി ചർച്ച നടത്തുകയും ഒരു തീരുമാനത്തിലും എത്തപ്പെടാത്ത സാഹചര്യത്തിൽ ഈ റേഷൻ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഗവൺമെൻറ് ഞങ്ങളുടെ വിഷയങ്ങളുമായി ചർച്ച ചെയ്ത് സാമ്പത്തിക ഞെരുക്കം കാരണം ഉടൻ പരിഹരിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ നീങ്ങുകയാണ്. 27-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ 14,428 റേഷൻ കടകളും സംയുക്ത സംഘടനകളുടെ കോർഡിനേഷൻ്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധി പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക, കമ്മീഷൻ അതാത് മാസങ്ങളിൽ നൽകുക, റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമര നോട്ടീസ് നൽകിയത്. എന്നാൽ മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തും. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാർഗവും ഇല്ലാതെയാവും. സമരത്തിന്റെ ഭാഗമായി 27-ാം തീയതി ജില്ലയിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രകടനവും ധർണയും നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ചെയർമാൻ AD വർഗീസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PE മുഹമ്മദ് ബഷീർ, സ്റ്റേറ്റ് മീഡിയ കൺവീനർ സോണി കൈതാരം, സംസ്ഥാന കമ്മിറ്റി അംഗം KC സോമൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.